Let us turn our attention to the book of Joshua. അതിൻ്റെ chapter 1 verse 9. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. Be strong and courageous. Do not tremble or be dismayed. For the Lord your God is with you wherever you go. Praise God. എന്താ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 1-ാം അധ്യായം മുതലേ ഉണ്ട്. ഈ ടൈമിൽ ജോഷുവ ഈസ് അറൗണ്ട് 90 years old. Praise God. 90 years old ഉള്ള ഒരു വ്യക്തിയോട് സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഉറപ്പുണ്ടായിരിക്കണം, നിനക്കൊരു ധൈര്യമുണ്ടായിരിക്കണം, നീ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്. 4 കാര്യം അവിടെ പറയുന്നു. ഒരു മനുഷ്യൻ്റെ തോൽവിയിൽ, ഒരു മനുഷ്യൻ്റെ താഴ്ചയിൽ സംഭവിക്കുന്ന പ്രധാന 4 കാര്യങ്ങളാണ് ഇവിടെ ദൈവം അവനോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, യോശുവയോട് പറഞ്ഞിരിക്കുന്നത്. എന്തുവാണെന്നറിയാമോ? 1, നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം. ബി സ്ട്രോങ് ആൻഡ് കറേജസ്. ഉറപ്പും ധൈര്യവും അത് ഭയങ്കരം യോജിപ്പുള്ള ഒരു കാര്യമാണ്. Praise God. Be strong. ഇപ്പം നമ്മളൊരാൾ പറയാണ്, I don't mind to face you because I'm very strong. പക്ഷേ ധൈര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ട്രോങ്ങിന് യാതൊരു വിലയുമില്ല. മനസ്സിലായോ? ധൈര്യമാണ് സകലത്തിലും. നമ്മുടെ ഈ സ്ട്രോങ് എന്ന് പറയുന്നത്, സ്ട്രെങ്ത് ആക്കുന്നത് നമ്മുടെ ധൈര്യമാണ്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും? പേടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഒരു കറേജ് വരാൻ കാരണം എന്താ അറിയാമോ? ഗാഡ് ഈസ് വിത്ത് മീ. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. പ്രൈസ് ഗാഡ്. ദുബൈയിൽ എനിക്കൊരു എംപ്ലോയി ഉണ്ടായിരുന്നു, സാഹിബ് എന്ന് പറയും. ഈസ് ഫ്രം ആന്ധ്രാപ്രദേശ്. സാഹിബ് ഒരു ഒത്ത മനുഷ്യനാണ്. ഒരു 6.4 എങ്കിലും മിനിമം ഉണ്ടാവും. അതിൻ്റെ ഒത്ത ആളാണ്. പെർഫെക്റ്റ് പേഴ്സൺ. സാഹിബിൻ്റെ അടുത്ത് ആരും പെട്ടെന്ന് സംസാരിച്ച് ഒന്നും ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കത്തില്ല. കാരണം സാഹിബ് ഒരു ഇടി വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടൊക്കെ നിൽക്കില്ല, താഴെ വീഴും. അതുപോലെ നല്ലൊരു ഇതാണ്. ഏത് പണി കൊടുത്താലും ആ സാഹിബ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഒരു എംപ്ലോയി ആയിരുന്നു എൻ്റെ. പക്ഷേ സാഹിബിനൊരു ദോഷം, സാഹിബിനെ ഒന്ന് വിരട്ടിക്കഴിഞ്ഞാൽ സാഹിബിന് ആ ദേശത്ത് പോകത്തില്ല. ഭയങ്കരം പേടിയാണ്. ഒരാളെ ഒന്ന് ഇടിക്കുകയോ അടിക്കുകയോ അല്ലേ 4 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഹിബ് പറയും, ഓ മേരെ ശന്യമായക. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഇന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ദേശത്തോട്ട് സാഹിബ് പോകത്തില്ല. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹീ വിൽ നോട്ട്. പിന്നെ ഞാൻ വേറെ ആളിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ചിന്തിക്കുമ്പം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ ചിന്തിക്കും.
പ്രിയരെ, സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ധൈര്യമില്ലെങ്കിൽ ഈ സ്ട്രോങ് വർക്ക് ചെയ്യില്ല. അത് വേണമെങ്കിൽ ഒരാത്മീയൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വൽ. ഒരാത്മീയനെ സംബന്ധിച്ച് ഉയരത്തിൽ നിന്ന് സർവശക്തൻ്റെ ചില വാക്കുകൾ വേണം. ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ടോ. പതറിപ്പോകുന്ന ഒത്തിരി വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ആ ഒരു വലിയ കറേജ് ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ നമുക്ക് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ ചെല്ലും, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല എന്ന് പറയണമെങ്കിൽ, ഹല്ലേലൂയ, ആ വലിയ സ്വർഗീയ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെങ്കിൽ മാത്രമേ അത് പറയുവാനൊക്കെയുള്ളൂ. ഈ കഴിഞ്ഞു പോകുന്ന ഈ 2024 നമ്മെ ദൈവം ഉറപ്പോടെ നിർത്തി. ഒത്തിരി കാര്യത്തിന് അവൻ നമ്മളെ കറേജ് ചെയ്തു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഗീവ് അപ്പ് ചെയ്തപ്പോൾ, ഭാരപ്പെട്ടപ്പോൾ, കിടക്കമേൽ വ്യസനിച്ച് കിടന്നപ്പോൾ അവൻ നമ്മെ കറേജ് ചെയ്തതുകൊണ്ടാണ്, ധൈര്യപ്പെടുത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി നാം വിശ്വാസത്തിൽ നിൽക്കുന്നത്. പ്രൈസ് ഗാഡ്. പാട്ടുകാരൻ പറയാറില്ലേ, ഓളങ്ങൾ എന്മേൽ കവിഞ്ഞു വരുമ്പോൾ രക്ഷകന്മാർ വിളിച്ചാരും ഞാൻ. അപ്പോൾ ഒരു ഭക്തന് ഓളങ്ങൾ വരും. പ്രൈസ് ഗാഡ്. പക്ഷേ ഹി ക്യാൻ അബൈഡ് ഇൻ ഗാഡ്. അവൻ ചാരുന്നത് അവൻ്റെ ദൈവത്തിലാണ്. പ്രൈസ് യു ജീസസ്. അടുത്ത രണ്ട് കാര്യങ്ങളോട് പറയുന്നത്, അടുത്തതെന്ന് അറിയാമോ? ഡു നോട്ട് ട്രംബിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? നീ ഭയപ്പെട്ടു പോകരുത്. ഇപ്പം നമ്മൾ സ്ട്രോങ് ആണ്, കവറേജ് ഉണ്ട്, പക്ഷെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ടോ? ഗോലിയാത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ ഞാൻ എന്തോ ഇങ്ങനെ ഒക്കെ ആക്കിക്കളയുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ വാക്കിൻ്റെ മുൻപാകെ വലിപ്പം നോക്കിയിരുന്നെങ്കിൽ, ശക്തി നോക്കിയിരുന്നെങ്കിൽ ഭയമല്ലാതെ ഒന്നും വരാനില്ല. ഭയം വന്നാൽ ഈ മോളിൽ പറഞ്ഞ രണ്ട് കാര്യവും പ്രയോജനപ്പെടത്തില്ല. കാരണം ഭയം ആ ഉള്ളിൽ. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാനോ നീ നിന്ദിക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. പ്രൈസ് ഗാഡ്. ഭയമില്ലാത്തൊരനുഭവം ആത്മീയ ജീവിതത്തിലുണ്ടാകണം. എങ്ങനെ ഭയം? നിന്നെ കീഴ്പ്പെടുത്തുവാൻ ദുഷ്ടശക്തി നോക്കുമ്പോൾ ഞാൻ അതിനടിമയല്ല എന്ന് പറയുവാൻ ധൈര്യം, ഭയപ്പെടാത്തത്, സ്തോത്രം, അത് നമുക്ക് വരുന്ന നാളുകളിൽ ആവശ്യമാണ്. മൂന്നാമത്തെ പറയുന്നത്, നീ ഭ്രമിച്ചു പോകരുത്. പ്രൈസ് ഗാഡ്. ഡിസ്മൈഡ്. നീ ഭ്രമിച്ചു പോകരുത് മീൻസ് വാട്ട് ടു ഡു, ഹൗ ടു അപ്രോച്ച്, ഹൗ ടു ഫിനിഷ്, ഹൗ ടു അക്കംപ്ലിഷ്. അത് ഭ്രമത്തിൻ്റെ വാക്കുകളാണ്. പ്രിയരെ, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടോ? നീ ഭ്രമിക്കരുത്. 2025 സർവശക്തനായ ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ ഈ 4 കാര്യമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉറപ്പോടെ ഉണ്ടായിരിക്കണം. ഒരു സൈന്യം നിൻ്റെ നേരെ നിന്നാലും, നിൻ്റെ ബോസ്, സാമ്പത്തികം, ഫൈനാൻഷ്യൽ, ആരും നിനക്കെതിരെ നിന്നാലും ഈ ദൈവസ്ഥാനിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നിന്നെ കരുതുന്നൊരു ദൈവമുണ്ടോ? നിന്നെ കരുതുന്നൊരു ദൈവമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്സഹായമായി ഹാഗാർ കരഞ്ഞു. എനിക്ക് പൈതലിൻ്റെ മരണം കാണാൻ വയ്യ എന്ന് വിചാരിച്ച് കരഞ്ഞു. പക്ഷേ അവൾ കരഞ്ഞതും പൈതൽ കരഞ്ഞതും രണ്ട് രീതിയാണ്. പൈതലിനറിയില്ല
അത് മരിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. സ്തോത്രം. പക്ഷേ അറിവില്ലാതെ അധികം മെൻ്റലി പ്രിപ്പയർഡ് അല്ലാതെ നീ കരയുന്ന കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? 2025 ദൈവസന്നിധിയിൽ കരയുന്ന ദിവസങ്ങളായി തീരട്ടെ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരയുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ നമ്മുടെ യേശു കണ്ണുനീർ വാർത്ത് കേട്ടോ. എന്തിനാ യേശുവേ നീ കരയുന്നത്? നീ ഉയരത്തിൽ നിന്ന് വന്നതല്ലേ? നിനക്കൊരു സെൽഫ് കറേജ് ഇല്ലേ? യു ആർ എ സൺ ഓഫ് ഗാഡ്. Then why the tears coming out? യേശു കരഞ്ഞ ഒത്തിരി ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. പ്രിയരേ, സ്വർഗസ്ഥനായ പിതാവും മകനുമായിട്ടുള്ള ബന്ധമാണ് ആ കണ്ണുനീര് കേട്ടോ. ദുഷ്ടൻ നിൻ്റെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കും, അതല്ല നമ്മുടെ വിഷയം. അവൻ ആ കണ്ണുനീര് കാണില്ല. കാരണം ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ, നീ ഭയപ്പെടാതെ നിൽക്കുന്നുവെങ്കിൽ ദുഷ്ടൻ്റെ കണ്ണുനീര് അവൻ നിന്നെയും കൊണ്ട് കരയിപ്പിക്കുന്നത് അത് നടക്കില്ല. പക്ഷേ നീ ദൈവസന്നിധിയിൽ കരയുവാൻ, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷന് വേണ്ടി, ജനത്തിനു വേണ്ടി, നിൻ്റെ അയൽവാസിക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, മാനസാന്തരമില്ലാത്തവരെ ഓർത്ത് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, 2025 കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ഗാഡ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഉദാഹരണമല്ല, ഒരു നടന്ന സംഭവം. സ്ഥലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ദൈവസന്നിധിയിൽ ശുഷ്കാന്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരെപ്പോൾ ദൈവസന്നിധി വന്നാലും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർ പോകുന്നത് കാണാറുള്ളൂ. അവരാത്മാവിൽ നിറയുന്നത് കാണാറുണ്ട്. അതേസമയം അവർ കർത്താവായ യേശുവിൻ്റെ പാദപീഠം ആ കണ്ണുനീരോട് ഇരിക്കുന്ന സഭയിൽ കഴുകിയിട്ടേ പോകത്തുള്ളൂ. അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. എനിക്ക് ആ കുടുംബത്തെ വ്യക്തമായി അറിയാം, വെരി പേഴ്സണലായിട്ട് അറിയാം. പക്ഷേ ചില കിങ്കരന്മാർ, അഭിഷേകം പ്രാപിക്കാത്തവർ, ദൈവസന്നിധിയിൽ വന്നുപോയി ഇങ്ങനെ നിൽക്കുന്നവർ, കുറച്ച് ബാച്ചിലേഴ്സായിട്ടുണ്ടായിരുന്നു. അവർ പറയും, എന്തുവാടേ ഇവളെന്നും വന്ന് ഇങ്ങനെ അങ്ങോട്ട് കരനേ, ഏതാണ്ട് ഇതിന് മാത്രം ക്ഷമിക്കാനൊക്കാത്ത പാപം എന്തോ ഇവർ ചെയ്തത്. പണ്ടത്തെ എല്ലാം ഓർത്തായിരിക്കും. പണ്ടത്തെയൊക്കെ ഓർത്ത് കരഞ്ഞിട്ടെങ്ങും അങ്ങോട്ട് കൺഫർമേഷൻ ഇല്ല, ക്ഷമിച്ചു എന്നുള്ളത്. റേച്ചാന് ഞാൻ പറഞ്ഞാൽ അറിയാം, പക്ഷേ ഞാൻ പിന്നെ പറയാം. പ്രിയരെ, അത് കേട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരുകൊണ്ട് എൻ്റെ ഹൃദയം. കാരണം ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനെ കണ്ടിട്ട് അവൻ്റെ പാപം ക്ഷമിച്ചില്ല എന്ന് സ്തോത്രം പറയുന്ന ഒരു കൂട്ടർ, വലിയ പാപം ചെയ്തു പോയിട്ട് അവർ കരഞ്ഞത് തീർക്കുക എന്ന് പറയുന്ന ഒരു കൂട്ടർ. പ്രൈസ് ഗാഡ്. ഒരു പുരോഹിതൻ പറഞ്ഞു, ഇവള് മദ്യപിച്ചിട്ട് വന്നിരുന്നിട്ട്. പ്രൈസ് ഗാഡ്. ദൈവവേദനോട് ഞാൻ പറയട്ടെ, വേറൊരാൾ ഏത് രീതിയിൽ നിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്താലും നിന്നെ അറിയുന്ന ഒരുവനുണ്ട്. Interpretation can be any way, but the God Almighty know. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നൊരു വാക്ക് പറഞ്ഞു. എന്തുവാ? ഏലി ഏലി ലമ്മ ശബത്താനി. കേട്ട ഒരാൾ പറഞ്ഞു, ഏലിയാവിനെയാണ് വിളിക്കുന്നത്. ദൈവവേദലേ, നിനക്കെതിരെ ആരും എന്തും പറഞ്ഞോട്ടെ, ഏത് ഇൻ്റർപ്രഷനും പറയട്ടെ, ഏത് ഇൻ്റർപ്രട്ടേഷനും. പക്ഷേ 2025 നമ്മെ വായിച്ചെടുക്കുന്ന ഒരു ദൈവമുണ്ട്.
Praise God. Be courage. Be courage. How the devil can destroy your faith? നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ എന്താ വഴി? There are so many ways. But until and otherwise, if you lose the hope, strength, praise God, നമ്മൾ പിന്നെന്തുവാ? ഡൗൺ ആയിപ്പോ. So let me encourage you, church. Hallelujah. കഷ്ടതയിലും പാടുവാൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ, വിളിച്ചവൻ്റെ മുഖമൊന്ന് സന്തോഷത്തോടെ കാണുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. Praise God. Hallelujah. ശലോമോനോട് ദൈവം പറയുന്നു, തൻ്റെ ഫാദർ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പനോട് മകൻ പറയുന്ന ഒരു ഭാഗം. ഫസ്റ്റ് ക്രോണിക്കൽസ് 28-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് 28:20. എങ്ങനാ? പിന്നെയും ദാവീദ് തൻ്റെ മകനായ ഒരപ്പൻ ഒരു മകനോട് പറയുക, മോനെ, നീ ബലപ്പെട്ട ധൈര്യം പൂണ്ട് നീ ആഗ്രഹിക്കുന്ന പണി തുടങ്ങിക്കോ. എന്തോ പണിയാണെന്നറിയാമോ? എന്തോ പണിയാ? ദൈവത്തിനു വേണ്ടി ഒരു ആലയം. എന്നെ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത ദൈവപ്രവൃത്തി, മകനെ, നിന്നിൽ കൂടെ ദൈവം ചെയ്തെടുക്കട്ടെ എന്ന് പറയുന്ന പിതാക്കന്മാരെ നോക്കുന്ന ദൈവമുണ്ടോ? Praise God. 2025 if God allow us to live, നമ്മൾ പറയട്ടോ, തലമുറയെ നോക്കി പറയട്ടോ, എന്നിലും അധികം നീ ദൈവത്തിൽ ഫലം കായ്ക്കണം. എന്നെക്കാട്ടിലും ഇരട്ടി നീ ദൈവത്തിൽ ശോഭിക്കണം. മകനെ, എന്നെ കൊണ്ട് പലതും കഴിഞ്ഞിട്ടില്ല. കൃപാവരങ്ങൾ പലതും എനിക്ക് പ്രാപിക്കുവാൻ പറ്റിയില്ല. പക്ഷേ നീയോ അതിൻ്റെ ജീവിതത്തിൽ പ്രാപിക്കണം. ഞാൻ നടന്ന ദൂരത്തിൻ്റെ ഇരട്ടി നീ നടക്കണം. ആർക്കു വേണ്ടി? സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി. ഞാൻ ചുമക്കാത്ത നിന്ന നീ ചുമക്കണം. ഞാൻ സഹിച്ചിട്ടില്ലാത്ത കഷ്ടം നീ സഹിക്കണം. അങ്ങനെ ഫാദർമാരും വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാവണം. 2025 അങ്ങനത്തെ പിതാക്കന്മാരുണ്ടാകട്ടെ. ഹല്ലേലൂയ. സർവശക്തൻ നമ്മെ അതിനിടയാക്കട്ടെ. ഇവിടെ ഈ പിതാവ് ഈ മകനോട് പറയുക, ദൈവം നിനക്ക് ബലം തരും, നീ ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കുകയും അരുത്. യഹോവയായ ദൈവം എൻ്റെ ദൈവം തന്നെ. പക്ഷേ ഈ ദൈവം നിന്നോട് കൂടെ ഉണ്ടോ? ഒരു ഭക്തൻ്റെ വാക്കിൽ നിന്ന്, വായിൽ നിന്ന് തലമുറയോട്, കുടുംബത്തിനോട് പറയണം, എൻ്റെ ദൈവം നിനക്ക് മതിയായ ദൈവമാ. എൻ്റെ ദൈവം നിനക്ക് മറുപടി തരുന്ന ദൈവമാ. എനിക്ക് മറുപടി ലഭിക്കാത്ത പലതും സ്വർഗത്തിലെ ദൈവം, മോനെ, മോളെ, നിനക്ക് ദൈവം മറുപടി തരും. സഹോദരനുണ്ടെങ്കിൽ പറ, നിനക്ക് തരും ദൈവം മറുപടി. സഹോദരിയോട് പറ, ദൈവം നിനക്ക് മറുപടി തരും. Praise you, Jesus. എന്നിട്ട് അടുത്ത് പറയാ, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ. Praise God. We should always encourage others. 2025 each one of us should become good encourager. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരായി തീരണം. Praise God. മറ്റുള്ളവരെ ബലപ്പെടുത്തണം. Praise God. Hallelujah. Hallelujah. സൽബല്ലത്തും തോബിയാവും പറഞ്ഞേക്കാം, ഇത് കുറുക്കം കയറുമ്പം
പൊളിച്ചു പോകുന്ന മതിലാണ് ഇതൊക്കെ. കണ്ടിട്ട് വലുതായിട്ടൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. ഇത് കെട്ടിയവനെ എനിക്കറിയാം. ഐ നോ ഹൂ ബിൽഡ് ദിസ് വാൾ. But it's not look like a strong wall. ഒരു ഫോക്സ് ചാടിയാൽ മതി, ഇതെല്ലാം താഴെ വീഴും. ദൈവമക്കളെ, no matter what other people are saying about you or your family or the church, whatever, നിൻ്റെ തലമുറയെക്കുറിച്ചോ ആരെക്കുറിച്ചോ എന്തും പറയട്ടെ, പക്ഷേ ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കണം. ഹേ സൽവല്ലത്തെ തോബിയാബേ, നിൻ്റെ പ്ലാൻ അല്ല എന്നെ വിളിച്ചവൻ്റെ പ്ലാൻ. എന്നെ വിളിച്ചവന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോശുവ, വീണ്ടും നമുക്ക് മടങ്ങി വരാം. യോശുവയുടെ ആ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരാം. യോശുവയ്ക്ക് പഴയ ഒരു, ആക്ച്വലി യോശുവയുടെ പേര് യോശുവ എന്നല്ലായിരുന്നു യോശുവ ജനിച്ചപ്പോഴേ. എന്തുവാണെന്നറിയാമോ? ഹോഷേയ. വായിക്കണ്ട, നമ്പേഴ്സ് 13:8 എടുക്കണ്ട, വായിക്കണ്ട. സംശയമുള്ളവർക്ക് വേണ്ടി പറയുക. അതിൻ്റെ അർത്ഥം രക്ഷ എന്ന. എന്നാൽ മോശ ഇദ്ദേഹത്തിൻ്റെ പേരങ്ങ് മാറ്റി. സ്തോത്രം. എന്തോ കൂടെ ചേർത്തെന്നറിയാമോ? യഹോവയാകുന്ന രക്ഷ. പ്രൈസ് ഗാഡ്. അത് യഹോശുവയാണ് യോശുവയായി ചുരുങ്ങി വന്നത്. അത് നമ്പേഴ്സ് 13:16 വാക്യത്തിലുണ്ട്. വായിക്കണ്ട. പ്രിയരേ, നിൻ്റെ പേര് മാറുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ? പോട്ടെ, മതി, വായിക്കണ്ട, അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. അതിൻ്റെ 1-ാം ഭാഗം, യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷനായി യോശുവയോട് അരുളി ചെയ്തത്. അപ്പോൾ യോശുവ കേട്ട വാക്ക് എവിടുന്ന? വലിയവനായ യാഹുവേ, ദൈവത്തിൽ നിന്ന് കേട്ട വാക്കുകളാണ്. എൻ്റെ ദാസനായ മോശ മരിച്ചു. 2-ാമത്തെ വാക്ക്, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകണം. വാസ്തവത്തിൽ ഭയവും എന്ത് ചെയ്യുമെന്നറിയാതെ ഇത്രയും നാൾ ഒരു അസിസ്റ്റൻ്റായിരുന്നു. മോശ ചെയ്തതും കണ്ടതും കേട്ടതും പറഞ്ഞൊരറിവും കണ്ടൊരറിവുമല്ലാതെ അതുവരെ ഒന്നും കാര്യമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മോശയുടെ ആബ്സെൻറ്റിൽ യോശുവ ഈ നുകം ചുമക്കാൻ തുടങ്ങി. പ്രൈസ് ഗാഡ്. എന്നിട്ട് പറഞ്ഞു, അടുത്തത്, നീ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശത്തേക്ക് കടന്നു പോകണം. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് നമ്മുടെ ദൈവം. ഞാൻ മോശയോടാ പറഞ്ഞേക്കുന്നേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ദൈവമല്ല. പ്രൈസ് ഗാഡ്. ഇതൊക്കെ മോശയ്ക്ക് കൊടുത്തതായിരുന്നേ. അങ്ങനല്ല. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ മേൽ ദൈവിക ദൂതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അത് ദൈവിക ദൂതായിരിക്കണം. സൈക്കോളജിക്കൽ ടോക്കോ, സാഹചര്യം കണ്ടുകൊണ്ടോ, മുഖം നോക്കിക്കൊണ്ടോ, സാഹചര്യങ്ങൾ കുറച്ചൊക്കെ പൊതുവെ മനസ്സിലാക്കിക്കൊണ്ടോ പറയുന്നതിനെ അല്ല. വാസ്തവമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചാൽ അത് ഉവ്വ് എന്ന് തന്നെയാണ്. അത് ദിവസങ്ങൾ കഴിഞ്ഞാലും അത് സംഭവിക്കും, വർഷങ്ങൾ കഴിഞ്ഞാലും അത് സംഭവിക്കും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ദൈവം വിശ്വസ്തന. സ്തോത്രം. അടുത്ത വാക്യം എന്താ പറഞ്ഞറിയാമോ? മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും
ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ. ഇതൊക്കെ എങ്ങനെ നടക്കാനാ ദൈവമേ? എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മോശയാണെങ്കിൽ ഇതൊക്കെ നടത്തിയ, കാരണം പുള്ളി വില്ലനാ, ഭയങ്കര കഴിവുള്ള അഭ്യാസിയായിരുന്നു. പുള്ളി പോയി. വാക്കു പറഞ്ഞാൽ മാറാത്തവൻ നിന്നോട് കൂടെയുണ്ട് കേട്ടോ. നീ നിൻ്റെ കഴിവും ശക്തിയുമല്ല നോക്കേണ്ടത്, നിൻ്റെ പരിജ്ഞാനമല്ല നോക്കേണ്ടത്, നിന്നെ പരിജ്ഞാനത്തിൽ നടത്തുന്ന ഒരു ദൈവശക്തി ഉണ്ടോ? പ്രൈസ് ഗാഡ്. എന്നിട്ട് അടുത്ത വാക്ക് എന്താ പറയുന്നേ? നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരൊറ്റ മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കയില്ല. അയ്യോ, ഇത് പണ്ട് പറഞ്ഞ് മോശയ്ക്ക് ബലം കൊടുത്തതാ. ഈ ബലമില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. ദൈവത്തിലെ 2025 ദൈവം നമ്മോട് സംസാരിക്കുന്ന രാവും പകലുമായിരിക്കണം. പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് ആമേൻ പറയാൻ വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം, ഇല്ലേ ചുമ്മാതിരുന്നാൽ മതി, കേട്ടിട്ട് പൊക്കോണം. പ്രൈസ് ഗാഡ്. ആമേൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയെന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ സേ ആമേൻ. അത് വരട്ടെ, എന്നിലേക്ക് വരട്ടെ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഓരോ മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്തുവാ, വഴക്കുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ആരും പേടിച്ചുവിടുമെന്ന്? അങ്ങനെയല്ല. നിന്റെ മേൽ തന്നിരിക്കുന്ന, ഞാൻ തരുന്ന വാഗ്ദത്തത്തിനെതിരായി ആരെങ്കിലും നിന്നു കഴിഞ്ഞാൽ ഹി കാനോട്ട് സ്റ്റാൻഡ്. അതാ അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗാഡ്. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹോ, ഇത് കേൾക്കുന്ന എത്ര ദൈവജനം ഇന്ന് ദൈവസഭകളിലുണ്ട്. പാസ്റ്റർമാരിൽ നല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നിന്റെ കണ്ണു തുറക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, കണ്ടിട്ടില്ലാത്ത ചിലത് കാണാൻ പോകാമെന്ന് പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി 2025 ദൈവശബ്ദം കേൾക്കുന്ന രാത്രികൾ നിങ്ങൾക്കുണ്ടാകണം, പകൽ സമയം നമുക്കുണ്ടാകണം. പ്രൈസ് ഗാഡ്. നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ ഡിസ്ട്രോയ് ചെയ്യുവാൻ, ഹല്ലേലൂയ, ദുഷ്ടൻ പദ്ധതി ഒരുക്കുമ്പോൾ നിൻ്റെ തലമുറയെ, നിൻ്റെ ആരോഗ്യത്തെ, നിൻ്റെ സമാധാനത്തെ, ഹല്ലേലൂയ, നിൻ്റെ കുടുംബ ബന്ധത്തെ, ഹല്ലേലൂയ, നിൻ്റെ സഹോദര സ്നേഹത്തെ, ഹല്ലേലൂയ, ഉടച്ചു കളയുവാൻ നോക്കുമ്പോൾ ദൈവശബ്ദം കേട്ടിട്ട് പറ, എൻ്റെ ദൈവം അത് കൈവിടുകയില്ല, എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് യു ഗാഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, നീ ഉറപ്പും. സോ ദൈവം നേരിട്ട് സംസാരിച്ചിട്ട് പിന്നെ പറയുക, ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി നീ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അടുത്തത്, പക്ഷെ കാര്യമൊക്കെ കാര്യമാ. ഒരു തിരുവചനമുണ്ട്, അതനുസരിച്ച് നടക്കണം. മേളത്തെ വാക്കുകൊണ്ടങ്ങ് നിർത്താൻ നല്ല സുഖമായിരുന്നല്ലേ? ഉറപ്പുള്ളവനായിരിക്കും, ധൈര്യമുള്ളതൊക്കെ, ഞാൻ കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട, നീ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള പവർ നിനക്ക് തന്നിട്ടുണ്ട്, ഒറ്റ മനുഷ്യൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ല, നിനക്ക് നേരെ നിൽക്കത്തില്ല എന്നൊക്കെ ഒത്തിരി ഒത്തിരി ഒത്തിരി. ദാറ്റ് ഈസ് വെരി എൻകറേജിങ് വേർഡ്. പക്ഷേ ദർ ഇസ് എ കണ്ടീഷൻ. താഴെ വരുമ്പോൾ പറയുക, എന്തോ പറഞ്ഞേ, എൻ്റെ ദാസനായ മോശെ കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം നീ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്ക എന്ന് നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നീ അത് ധൈര്യപ്പെടണം. അപ്പോൾ വചനത്തിൽ ധൈര്യപ്പെടുന്ന, വചനം ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന, ഹല്ലേലൂയ, ഒരു കൂട്ടരായിരിക്കട്ടെ 2025 നാം.
പ്രൈസ് യു ജീസസ്. എന്നിട്ട് നീ എവിടെ പോയാലും നീ ശുഭമായിരിക്കേണ്ടതിന് ഇതിന് അടുത്ത ഒരു ഇൻട്രപ്രഷൻ കൊടുക്കരുത്, അടുത്ത ഒരർത്ഥം കൊടുക്കരുത്. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറയുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ കാലിന് ദീപവും, ഹല്ലേലൂയ, നമ്മ അരയ്ക്ക്, ഹല്ലേലൂയ, അതൊരു ബെൽറ്റുമായിരിക്കട്ടെ. പല ദൈവ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയാത്തത് കൊണ്ടാണ് നമുക്കൊരു സ്ലിപ്പറി ലൈഫ് വരുന്നത്. ഒരു സ്ലിപ്പറി, ലൈക്ക് ഒരാൾ എന്തെങ്കിലും, somebody is mocking us, we become very upset. Praise God. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ആഴമായി യോശുവയോട് ദൈവം പറയുന്നു, മോശ കൽപ്പിച്ച ന്യായപ്രമാണം നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. അത് വിട്ടുപോയാൽ ഉറപ്പ് നഷ്ടപ്പെടും, ധൈര്യം നഷ്ടപ്പെടും. പ്രൈസ് ഗാഡ്. എന്നിട്ട് പറയുന്നു, അത് ഇടത്തോട്ടോ വലത്തോട്ടോ, ഹല്ലേലൂയ, ചേഞ്ച് വരുത്തരുത്. അടുത്തത് കണ്ടോ? അപ്പം ഇവിടെ ശക്തമായിട്ട് പറയുന്നു, നീ അത് പ്രമാണിക്കണം. യു ഷുഡ് പ്രാക്ടീസ്. വല്ലപ്പോഴും അല്ല, ഒരു പ്രസംഗം കേൾക്കുമ്പോഴല്ല. അടുത്തത് പറയുന്നു, ഇത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ പക്ഷേ ഈ മേളിലൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഭയങ്കര പ്രോമിസായിരുന്നു. പലരും പിന്മാറ്റത്തിൽ പോകുന്നതിൻ്റെ കാര്യത്തിൽ ഒന്ന്, ദൈവം എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നടന്നിട്ടില്ല, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്സെറ്റായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പോയ ഒത്തിരി പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ വചനം ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ മേളി പറഞ്ഞ പ്രോമിസുകളൊക്കെ കിട്ടുമെന്ന് ഗ്യാരണ്ടി ഇല്ല. വിത്തൗട്ട് കണ്ടീഷൻ. യു വിൽ റിസീവ് ഇറ്റ് വിത്ത് ദിസ് കണ്ടീഷൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. മേളിലെന്താ പറഞ്ഞേ? നീ എല്ലാവർക്കും അതിന് വെച്ചു, അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ടങ്ങ് നിർത്തിയാൽ പോരായിരുന്നോ? നോ, വിത്തൗട്ട് കണ്ടീഷൻ. പ്രൈസ് ഗാഡ്. പറ്റില്ല. നീ കൃതാർത്ഥനായി ഇരിക്കും. പ്രൈസ് ഗാഡ്. അതിനുശേഷമാണ് നാം വായിച്ച കുറിവാക്യങ്ങളിലേക്ക് കടന്നത്. യെസ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ജനത്തോട് പറയാനുള്ള ധൈര്യം കിട്ടി. 10-ാം വാക്യം അങ്ങനെയല്ലേ? 10-ാം വാക്യം എന്താ പറയുന്നത്? അപ്പോൾ യോശുവ ജനത്തിൻ്റെ ലീഡേഴ്സിനോട് കൽപ്പിച്ചു, പാളയത്തിലേക്ക് കടന്ന് ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി, എനിക്കെന്നല്ല നിങ്ങൾക്ക് അവകാശമായി തരുവാൻ ദൈവമക്കളെ, അവിടെ ഒരു പ്രിപ്പറേഷനാണ് കാണുന്നത്. 2025 ചില ദൈവീയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഒരു പ്രിപ്പറേഷൻ എടുക്കുന്നത് നല്ലതാ. ഒരു പ്രിപ്പറേഷൻ. പ്രൈസ് ഗാഡ്. ചോദ്യം, സംശയത്തിൻ്റെ ഒരു ചോദ്യം, മന്നയും കാടപ്പക്ഷിയും കൊടുത്ത ദൈവം ഇനിയുമുള്ളതും കൊടുക്കാൻ തയ്യാറല്ലേ? പിന്നെ എന്തിനാ ഇനി ഞങ്ങൾ ഈ ചോറും കറിയും മീൻ കറിയും തോരനും അവിയലും അല്ലെങ്കിൽ അതും ഇതും കുപ്പൂസും കോഴി വിട്ടതും ഇറച്ചി വിട്ടതും അരിയും വീറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം എന്തിനാ? നമ്മളെ ഇത്രത്തോളം നടത്തിയൊരു ദൈവമില്ലേ?
പ്രിയരെ, ഒരു പ്രിപ്പറേഷൻ ആവശ്യമാകട്ടോ. എല്ലാം ദൈവം നടത്തുമെന്ന് പറയരുത്. നാം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ദൈവം നടത്തും. പ്രൈസ് ഗാഡ്. Do what you able to do. When you stop, the God will start. നമ്മൾ ലേസി ആയി പോകരുത് കേട്ടോ. Don't become lazy. ആ ലേസിനെസ് മൂലം നമ്മൾ എല്ലാം ദൈവത്തിനും കൊടുക്കും. കർത്താവേ നീ ചെയ്യേ. എന്നെ ഇത് പറയുമ്പോൾ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം ഓടി വരുന്നതോട് പറയട്ടെ. പല ദൈവദാസന്മാരുടെയും അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുടെയും തലമുറകൾ, they are away from the faith or they are away from the father's root. നിങ്ങൾ പലതും ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലേ? ആ പാസ്റ്ററുടെ പിള്ളേർ അങ്ങനെ ആയിപ്പോയി, ഈ പാസ്റ്ററുടെ മോൾ അങ്ങനെ ആയിപ്പോയി, ഇന്നാരുടെ ഇങ്ങനെ ആയിപ്പോയി. ഞാനത് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താ അങ്ങനെ കാര്യം? അപ്പം ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ഒരാളിനെ വിളിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്തു. ഇമാജിനേഷനിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ ദൈവദാസൻ, ഈ ദൈവദാസി അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി 24 മണിക്കൂറും വീട്ടിൽ പോലും വരാതെ സുവിശേഷവും പറഞ്ഞ് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നടന്നു. എന്താ ഇങ്ങനെ സംഭവിച്ചത്? തലമുറയിൽ എന്തു പറ്റി? അവർ യേശുവിനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ദൈവാത്മാവ് തന്നൊരു ഉത്തരം, ആ ദൈവദാസൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ആകാം വീഴുന്നത്, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. കോളേജിൽ അവന് ദൈവം ഒരു വഴി തുറക്കും. ഞാൻ ഏതായാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. ചെറുക്കൻ നല്ല രീതിയിലല്ലല്ലോ പാസ്റ്ററെ അല്ലെങ്കിൽ ദൈവദാസനെ, ദൈവം അത് ശരിയാക്കും, കാരണം ഞാൻ കർത്താവിൻ്റെ വേലയിൽ സമർപ്പിച്ച് ഇറങ്ങിയിരിക്കുക, അപ്പോൾ എനിക്കുള്ളതിനെയൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നത് ദാറ്റ് ഇസ് എ ഫോൾസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടീച്ചിങ്. കാരണം പറയാം, നിന്റെ കുടുംബത്തെ നന്നായി ഭരിക്കണം. നിന്റെ തലമുറയുടെ കാര്യത്തിൽ നീ ശ്രദ്ധ കൊടുക്കണം. കുഞ്ഞുങ്ങളോട് ചെലവഴിക്കാനുള്ള സമയം ചെലവഴിക്കണം. കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ടത് നീ സംസാരിക്കണം. അവരെ നേർവഴിയിൽ നടത്തേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ദൈവം നോക്കിക്കോളും, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളത് ഇറങ്ങിയതാ, ഞാൻ രാത്രി വീട്ടിൽ പോലും പോകാതെ സുവിശേഷം പറയുക, നല്ലതാ, ഇതൊന്നും മോശമല്ല. പക്ഷേ നീ ദൈവത്തെ കുറ്റം പറയരുത്, ആദ്യം നിന്നെ കുറ്റം പറയണം. കാരണം നിൻ്റെ തലമുറയെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ഭാര്യയെ, നിൻ്റെ ഭർത്താവിനെ നോക്കുവാൻ ഉള്ള കടപ്പാട് നീ മറന്നുപോയി. അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നൊരു ഉത്തരവാദിത്വമായിരുന്നു. പ്രൈസ് ഗാഡ്. തലമുറയെ തന്നെങ്കിൽ, ഭാര്യയെ തന്നെങ്കിൽ, ഭർത്താവിനെ തന്നെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ നമുക്കൊരു കടപ്പാടുണ്ട്. അവരെ ബലപ്പെടുത്തുവാൻ ആവോളം as much as you are able to. പിന്നെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ പ്ലസ് ദൈവത്തോട് പറ, നീ മുട്ടുമേൽ തലമുറയ്ക്ക് വേണ്ടിയിരി, ദൈവം നടത്തി തരും. ആ പൈതലിന് ഹല്ലേലൂയ, ദൈവം വഴി തുറന്നു നോക്കും. അവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അവൻ പേരൻസിനെ അനുസരിക്കാൻ തുടങ്ങും. അല്ലാതെ എല്ലാം ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുക എന്ന് പറയുന്നതാണ് എന്നാൽ എനിക്ക് കിട്ടിയ ഉത്തരം. ദൈവത്തിന് സ്തോത്രം. നാം ഒരു പിതാവ് ഒരു മകന് കൊടുത്ത കറേജിങ് വേർഡ് നാം കേട്ടു. ദാവീദ് സോളമന് കൊടുത്തത്. സങ്കീർത്തനം 27:1 ഒന്ന് വായിക്കാം. Psalms 27:1. The Lord is my light. അല്ലേ? പിന്നെ
Praise God. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Of whom shall I be afraid? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. പ്രൈസ് ഗാഡ്. ഈ ആരെ എന്നുള്ളത് വ്യക്തികളെ അല്ല കേട്ടോ. നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ വരുന്ന, ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുവാൻ വരുന്ന അന്യായ പോരുകൾ നിനക്കെതിരെ 2025 വരാതിരിക്കണമെങ്കിൽ ഈ വാക്ക് നമ്മൾക്ക് പറയാം: യഹോവ എൻ്റെ വെളിച്ചം. പ്രൈസ് ഗാഡ്. ഈ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദോഷം ചെയ്യും. 2025 സർവശക്തനായ ദൈവത്തിൻ്റെ ഉയരത്തിലെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിപ്പാൻ പരിശുദ്ധൻ നമുക്കിടയാക്കുമാറാകട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആശയിൽ സന്തോഷിക്കുവീൻ. പക്ഷേ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. മലയാളത്തിൽ ആ ഒറ്റ വാക്കേ ഉള്ളൂ: ആശയിൽ. റിജോയ്സ് ഇൻ ദ ഹോപ്പ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. റിജോയ്സ് ഇൻ ഹോപ്പ്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ കൂടെ വായിക്കുമ്പോൾ പിന്നെ പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. preserving in tribulation, devoted to prayer. അത് അടുത്ത വാക്യമാണ് മലയാളത്തിൽ വരുന്നത്. എന്താ മലയാളത്തിൽ? അത് 13-ാം വാക്യം വായിക്കുമ്പം: കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവീൻ, പ്രാർത്ഥനയിൽ ഉറ്റരിക്കുവീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവീൻ, അതിഥികളെ മാനിക്കുവീൻ. ഇതാ വെളിച്ചം. പ്രൈസ് ഗാഡ്. ഇവിടെ പറയുന്നു ആശയിൽ സന്തോഷിക്കുവാൻ. റിജോയ്സ് ഇൻ ദ ഹോപ്പ്. 2025 ആശയിൽ സന്തോഷിക്കട്ടെ. നിൻ്റെ ആശ ദൈവം സാധിക്കട്ടെ. ഒരു വശത്ത് സാധിക്കില്ലെന്ന് പറയുമ്പോൾ നാം പറ: ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. എൻ്റെ ആശയ്ക്ക് ഭംഗം വരുന്നത് സംഭവിക്കുമ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ടോ, അവൻ എൻ്റെ ആശയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഹല്ലേലൂയ. 13-ാം വാക്യത്തിൻ്റെ 12 ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ റോമൻ 13-12: രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്, തന്നെ വിട്ടുകളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമ്മുടെ കർത്താവ് വരാറായി എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. രാത്രി കഴിയാറായി. കാവൽക്കാരാ, രാത്രി എന്തായി? കാരണം ഈ രാത്രി കഴിയുവാൻ തക്കവണ്ണം സമയമെടുത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിനു വേണ്ടി they are preparing. ആരോട് പറഞ്ഞാലും, ആര് വാ വിളിച്ചാലും അവർ പറയുന്നത് ആറ്റമിക് ബോംബ് ഞങ്ങളിപ്പോൾ ഇടാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. ആരോട് പറഞ്ഞാലും ഓരോ രാജ്യങ്ങൾ, ഐ ഡോണ്ട് വാണ്ട് ടു സേ എനി നെയിം ഓഫ് ദ കൺട്രീസ്, നമുക്കൊക്കെ അറിയാം, കുറച്ച് ഇല്ലെങ്കിൽ അറിയണം. പ്രിയരെ, കർത്താവിൻ്റെ വചനം പറയുന്ന യുദ്ധങ്ങളെയും യുദ്ധ ന്യൂസസും ഇല്ലേ, പല രാജ്യങ്ങൾ തമ്മിൽ, റഷ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ഇസ്രയേൽ, ഇവിടെയും പണി വരാൻ പോവുക. എവിടെ ഇപ്പോൾ ആർക്കാ യുദ്ധമില്ലാത്ത? എല്ലായിടത്തും ഇപ്പോൾ കാണുന്ന പഴയ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ പോകും എല്ലാവരും. നമ്മുടെ കർത്താവ് വരാറായി കേട്ടോ. ഈ രാത്രിയുടെ സമയം തീരാറായി. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ശക്തമായി പറയുന്നു: രാത്രിയുടെ പ്രവർത്തനങ്ങളെ വിട്ടുകള, ഈ വെളിച്ചത്തിൻ്റെ
ആയുധവർഗം ധരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ 2025 വിട്ടുകളഞ്ഞിട്ടോ 2025 എൻ്റെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ, നിൻ്റെ മാർവ് ദൈവത്തിന് വേണ്ടി കാണിച്ചു കൊടുക്കുവാൻ, നിൻ്റെ നെഞ്ച് കാണിച്ചു കൊടുക്കുവാൻ, നിൻ്റെ വാക്കുകൾ ക്രിസ്തുവിന് വേണ്ടിയുള്ളതായി തീരുവാൻ, നിൻ്റെ തല ദൈവത്തിന് കൊടുക്കുവാൻ, ശരീരത്തിൻ്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ക്രിസ്തുയേശുവിന് വേണ്ടി കൊടുക്കുവാൻ സർവശക്തൻ നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അവസാനമായിട്ട് ഹല്ലേലൂയ, അവിടെ പറയുന്ന ഒരു വാക്ക് ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ്. പ്രൈസ് ഗോഡ്. നാം പോലും അറിയാതെ നമ്മളിൽ വിതച്ചിട്ട് പോകുന്ന എന്തുവാ കളകളുണ്ടെന്നേ, വീടുണ്ടെന്നേ, നാം പോലും അറിയില്ല. അത് ഏതോ ഒരു ദിവസം വന്ന് വിതച്ചിട്ട് പോയതാ. അങ്ങനെയല്ലേ വചനം നമ്മെ ഓർപ്പിക്കുന്നത്? കള വിതറിയിട്ട് പോയി ഇടയ്ക്ക്, പക്ഷേ വിത്തായിരുന്നു വിതറിയത്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കള വിതറിയിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. 2025 let us take out all the weeds. നിൻ്റെ ഫലത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ വീടുകളെയും, എല്ലാ ഹല്ലേലൂയ വീടിനെന്നാ പറയണേ, കളകളെയും മുറിച്ച് കളയുവാൻ, പിഴുത് കളയുവാൻ. മുറിച്ചാലും പോരാ കേട്ടോ, അത് വീണ്ടും കിളിക്കും. കള മുറിച്ചു കഴിഞ്ഞാൽ if you cut that weed, that will grow again, but if you plug, that will not. അത് മൂടെ പിഴുത് കളയുന്ന ഒരു വർഷക്കാലമായിട്ട് 25. സാക്ഷ്യം പറയുമ്പോൾ പലരും പറയാനുള്ളൊരു കാര്യമുണ്ട്. ജനറലി പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ വർഷം ഒത്തിരി തീരുമാനമെടുത്തു, ഒന്നും നിവർത്തിക്കാൻ പറ്റിയില്ല, പക്ഷേ ഈ വർഷം പുതുതായിട്ടത് ഞാൻ എടുക്കുവാന്ന് പറയും. ആ കടം വീട്ടുന്നതല്ലേ നല്ലേ? പുതിയതായിട്ടൊന്നും എടുത്തുകൊണ്ട് പോകാതെ പഴയതുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പുതിയ എടുക്കുന്നില്ലേ നല്ലേ? എല്ലാ വർഷവും ഓരോന്നും പുതിയ എടുത്തുകൊണ്ട് പോവുക, കടം കുന്നുകൂന്നിരിക്കുക. കർത്താവിൻ്റെ വചനം പറഞ്ഞു, നീ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കരുത് കേട്ടോ. അതിനേക്കാൾ നല്ലത് നേരാതിരിക്കുന്നതാണല്ലേ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ സ്ഥലത്തു നിന്ന് കടന്നു പോകുമ്പോൾ നാം എടുക്കുന്ന തീരുമാനം അത് 2025 ആയുസ് ദൈവം തരുന്നെങ്കിൽ അത് ശക്തമായി ഫലം കായ്ക്കുവാനുള്ളതായി തീരട്ടെ. അത് വീട് വന്ന് മൂടുവാൻ, കള വന്ന് മൂടുവാൻ സമ്മതിക്കരുത്. അതിനെ മൂടോടെ പിഴുത് കളയുവാൻ 2025 സർവശക്തൻ്റെ ആത്മാവ് നമുക്കതിനിടയാക്കുമാറാകട്ടെ. ലാസ്റ്റ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. എഫേഷ്യൻസ് chapter 5 verse 11 and 12. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. പ്രൈസ് ഗോഡ്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. ഹല്ലേലൂയ. അടുത്തത് 19-ാം വാക്യം അതിൻ്റെ വായിക്കാമോ? 19. പിന്നെ എന്തുവാ ചെയ്യേണ്ടിയേ? ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വിട്ടുകളഞ്ഞിട്ട് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ തമ്മിൽ ആത്മീയമായി സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടി കീർത്തനം ചെയ്യട്ടെ. 25. Praise God. എനിക്ക് ഈ മെസ്സേജ് ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങൾക്കറിയാമോ, എരമ്യാവ്, യെശയ്യാവ് ഇങ്ങനെ പലയിടത്തു നിന്നും പറഞ്ഞ് കുറേ, നീ കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നീ കുടിക്കും, നീ കറന്നിട്ടില്ലാത്ത പശുവിൻ്റെ പാൽ നീ കുടിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനത്തെ അങ്ങ് അപ്പോഴത്തേക്കും ഹല്ലേലൂയ സ്തോത്രം അങ്ങ് ഭയങ്കരമാണ്. കാരണം അവരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വിടുക. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞത് മുഴുവനും ഇതാ. എന്തു ചെയ്യാനാ? നാം വളരണം കേട്ടോ. നാം ക്രിസ്തുവിൽ ഫലം കായ്ക്കണം. നോ മാറ്റർ വാട്ട്. പ്രൈസ് ഗോഡ്. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഓളങ്ങൾ വരും, പക്ഷേ അത് നിൻ്റെ മേൽ കവിയാൻ സമ്മതിക്കരുത്. പ്രൈസ് ഗോഡ്. സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ സംസാരിക്കുന്നത് ആത്മീയമായിരിക്കണം. 2025 നാം സംസാരിക്കുന്നത്
ആത്മീയമായിരിക്കണം. Praise you, Jesus. നാം കർത്താവിൻ്റെ സന്നിധിയിൽ പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. Praise God. 21 വാക്യം കൂടെ വായിക്കാമോ? 21. എങ്ങനെ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. Praise God. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ദൈവമക്കളെ, we don't know 2025 എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ല കേട്ടോ. എൻ്റെ കേൾവി ശരിയാണെങ്കിൽ ഒരു പുതിയ വൈറസൊക്കെ വരുന്നതായിട്ട് കേട്ടു. അത് കൊറോണയെക്കാട്ടിലും വലുതാണെന്ന് ഐ ഡോണ്ട് നോ, ഐ ഹേർഡ്. ഞാനിത് പറയാൻ കാരണം ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക. ആരും കൊണ്ട് എവിടെ ബോംബിടുന്നൊന്നും അറിയില്ല. എൻ്റെ ആയുസ് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്ക് തരുന്ന വല്ല സമാധാനവും ഉയരത്തിൽ നിന്ന്. ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കട്ടെ. എൻ്റെ സർവശക്തനായ ദൈവം എന്നെ ഭൂമിയിൽ ആയുസ്സോടെ 2025 നിർത്തുന്നുവെങ്കിൽ, if it is thy will, if God allow me, I will praise him. ഞാൻ ആത്മീയമായി വളരും. ആത്മീയമായി ഞാൻ ദൈവത്തെ ആരാധിക്കും. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. കണ്ണുനീർ കൊണ്ട് അവൻ്റെ പാവം ഞാൻ കഴുകും. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങളായി തീരുവാൻ ദൈവം നമുക്കിടയാക്കുമാറാകട്ടെ. May the good Lord be with us. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.